കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് രേവതിയും വേണുവും അനാമിയും കൂടെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ലൂസ് മോഷൻ കാരണം പോകും വരും, ഇത് തന്നെയാണ് പരിപാടി. കുറെ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും മൂന്ന് പേരും അങ്ങോട്ട് മടുത്തു. അപ്പോഴേക്കും വേണു വന്നിട്ട് പറഞ്ഞു, എന്റെ മോളെ എനിക്ക് വയ്യ, ഒരു നല്ല തിരിച്ചടികൾ അവർക്ക് കൊടുക്കണമെന്ന് കരുതിയിരുന്നാന്ന് പറയണം. ഇവിടെ രേവതി പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കിൽ തിരിച്ചടി കിട്ടിയതാ നമ്മൾക്കും ആയിപ്പോയെന്ന് പറയണം. അനാമി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഒരു പാഠം പഠിപ്പിക്കണം വെച്ചാ. ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവളുമാർ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറയണം. വേണു പറഞ്ഞു, അതിനായിട്ടുള്ള പരിപാടിയല്ലേ നമ്മൾ കാഴ്ചവെച്ചേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അനാമിക പറഞ്ഞു, അതെ അച്ഛന് വാങ്ങുമ്പോൾ ഇച്ചിരി മയമുള്ള സാധനം വാങ്ങിക്കാൻ മേലായിരുന്നോ. ഇത് മനുഷ്യനാണ് ബാത്റൂമിൽ പോകാൻ മുട്ടിട്ട് ഒരു രക്ഷയില്ല. എത്ര എന്ന് വെച്ചാ മനുഷ്യന്റെ ശരീരത്തിൽ ഇപ്പം ജലാംശം ഇല്ലാത്തൊരവസ്ഥയായി തീർന്നിരിക്കുകയെന്ന് പറയണം. വേണു പറഞ്ഞു, ദേ മോളെ നീ വിഷമിക്കണ്ട കേട്ടോ, എന്താണ് നമ്മൾ ഇതിന് കൂടിയ വലിയൊരു പരിപാടിയായിരിക്കും, പണിയായിരിക്കും ഇനി അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അയ്യോ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അല്ല മോളെ പുറത്തത് എവിടെയാ ബാത്റൂം ഉള്ളതെന്ന് നിൽക്കണം. അതെ അവിടെയുണ്ട്. പെട്ടെന്ന് വേണു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പം രേവതി പറഞ്ഞു, അയ്യോ ഞാനും കൂടെ വരാം എന്ന് പറയാണ്. പിന്നീട് മൂന്ന് പേരും മൂന്ന് വഴിക്ക് ഓടുവാണ്. കാരണം നിൽക്കാൻ പോലത്തെ അവസ്ഥയായിരുന്നു. അതുപോലത്തെ ബുദ്ധിമുട്ടുകളായിരുന്നു മൂന്ന് പേർക്കും. പിന്നീട് ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ അനാമിക നിൽക്കുവാണ്. അനാമിക നിൽക്കുന്ന സമയത്താണ് അനാമയുടെ അരിയിലേക്ക് ദേവേനി ജാനകിയും ഒക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നേ. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ദേവേനി പറഞ്ഞു, അല്ല മോളെ എന്തു പറ്റി. അതെ അച്ഛന് അമ്മയൊക്കെ പറഞ്ഞു മോൾക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താന്ന്. എന്ത് ചെയ്യാനാന്ന് പറ, ഇവിടെ വേറെ ചിലരുണ്ടല്ലോ അവര് പറ്റിച്ച പണിയാന്ന് പറയണം. ആണോ മോളെന്ന് ചോദിക്കാം. അതേന്നെ ആ നവ്യുണ്ടല്ലോ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഞാൻ നിനക്കിട്ട് പണി തന്നാന്ന് നിന്റെ വീട്ടുകാർക്കിട്ടും, അതുകൊണ്ടാ വല്യമ്മേ, അല്ലാതെ മറ്റൊന്നും അല്ലാന്ന് പറയണം. എന്നാലും മോളെ അവരിങ്ങനത്തെയൊക്കെ പണി ചെയ്യുമോന്ന് ചോദിക്കുക. ചെയ്യും വല്യമ്മേ, വല്യമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയാ. ജാനകി പറഞ്ഞു, ഒരുപക്ഷെ മോള് വന്നതിന് ശേഷം അവർക്ക് അങ്ങോട്ട് സഹിച്ചിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് മോളെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടിട്ട് ചെയ്ത പരിപാടിയായിരിക്കും എന്ന് പറയണം. അതെ അമ്മേ, അതുകൊണ്ട് മാത്ര ഞാനിവിടെ താമസിക്കുന്ന അവർക്ക് ഇഷ്ടമില്ല എന്ന് പറയണേ. ഇപ്പൊ തന്നെ അച്ഛനും അമ്മയൊക്കെ നോക്കി നിൽക്കുക നിങ്ങൾ വരാൻ വേണ്ടിട്ട്. എന്തിനാന്നറിയാവോ, ഒരു പക്ഷേങ്കില് എന്നെ ഇവിടെ നിർത്തണോ അതെ കൂട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്. ഇങ്ങനെയാണെങ്കിൽ വിശ്വസിച്ച് എന്നെ ഇവിടെ എങ്ങനെ നിർത്തിയിട്ട് പോകും. ഇതേ ഇവൾമാര് നീ പണി തന്നു, നാളെ ഇപ്പൊ എന്താ ചെയ്യുന്ന പറയാൻ പറ്റൂല. ഒരു പക്ഷേങ്കില് ഫുഡിനകത്ത് ചിലപ്പോൾ വല്ല വിഷവും കടത്തി തന്നിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒറ്റ മോളാ, ഞാനല്ലേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല അമ്മേ. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം. പോരാത്തന്നെ ആ നവ്യയുടെ വെല്ലുവിളി, അവൾ എന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ. എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വിട്ട് കേസ് കൊടുത്തോളാനൊക്കെയാ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവേന പറഞ്ഞു, ഓഹോ അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരോ, അന്ന് അവളോട് ഒന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ആ കൂടെ തന്നെ അനാമിക അങ്ങോട്ട് പോവാണ്. ആ സമയം ജയനും അജയനും കൂടെ മുത്തശ്ശനും മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുവാണ്. മുത്തശ്ശനാണെങ്കിലോ വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം ആദർശം മാലയിടാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എല്ലാ വർഷവും മാലയിടുന്ന, പക്ഷെ ഈ വർഷം അങ്ങനെയല്ലല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഹണിമൂൺ പോണെന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്തല്ലേ. മുത്തശ്ശി പറഞ്ഞു, പാവം നയനമോള് രാവിലെ എഴുന്നേറ്റ വൈകുന്നേരം വരെ ആ കൊച്ചിന് കുടുംബത്തിൽ പണിയാ. അത് പണി തീർന്നിട്ട് സമയമില്ല. ആ കിടക്കാൻ പോണ സമയത്ത് മാത്രം അത് ഒന്ന് ഇരിക്കണ തന്നെ. പക്ഷേങ്കിലോ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വെറുതെ ഇരിക്കും. എന്നിട്ട് കുറ്റം മുഴുവൻ അവൾക്ക് ഉണ്ട് താനും. ഇപ്പാണെങ്കിൽ അവൾക്കൊരു സന്തോഷകരമായ നിമിഷം വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ദേവേനി കാണിച്ചു കൂട്ടിയതെ കണ്ടോ. പെട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടോ, ചിലരുടെയൊക്കെ മനസ്സിങ്ങനെയാ, അവർക്ക് നല്ല തിരിച്ചടി കിട്ടിയാൽ മാത്രമേ അവരൊക്കെ പഠിക്കുള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും ജയനും അജയനും കൂടെ അങ്ങോട്ട് കയറി വന്നു. മുത്തശ്ശന്റെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം മേടിക്കുകയാണ്. അല്ല ആദർശ് വന്നില്ലേ എന്ന് ചോദിക്കും. ആദർശ് ആ വഴി തന്നെ ഓഫീസിലേക്ക് പോയെന്ന് പറയണം. ഓ അങ്ങനെ. അല്ല വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ചെയ്യാം. എന്ത് കുഴപ്പം, ഇനിയിപ്പം 41 ദിവസം നോയമ്പെടുത്ത് ക്ഷേത്രത്തിൽ പോയി വരാം. മലയോട്ടാം. ആദർശിന് സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ എന്ന് നയനമോള് പറഞ്ഞു. ഇനി കുഴപ്പമൊന്നുമില്ല. അവനാണെങ്കിലോ സങ്കടം കാരണം അവൻ കീഴ്ക്കാവിൽ പോയ മാലയിട്ട് ദേവേനുള്ള ദേഷ്യമുണ്ട് അവന്റെ മനസ്സിൽ. കാരണം കുറെ നാൾ ആഗ്രഹിച്ചതിന് ശേഷമല്ലേ ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് അവസരം കിട്ടിയത്. ആ സമയം ദേവേനി ഇങ്ങനെയൊക്കെ പറഞ്ഞേര്. പിന്നീട് ജയൻ പെട്ടെന്ന് ഓർത്തിട്ട് പറഞ്ഞു, അതിനുള്ള കൂലി അവൾക്ക് കിട്ടി തുടങ്ങി അച്ഛാന്ന് പറയണേ. എന്തു പറ്റി. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അവൾക്ക് തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു. തലകറക്കം മാത്രമല്ല പ്രഷർ കുറയോ എന്തോ ചെയ്തിട്ടുണ്ട്.
പിന്നെ അവിടെ പിടിച്ചിരുത്ത് വെള്ളമൊക്കെ കൊടുത്ത് ഒരുമാതിരി ഇതായിട്ടാ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, അതെ ദൈവത്തെ പിടിച്ചല്ലേ അവള് കളിച്ചിരിക്കുന്നേ, അങ്ങനെയാണെങ്കിൽ അവൾക്ക് ദൈവം തിരിച്ചടി കൊടുക്കാതിരിക്കുമെന്ന് ചോദിക്കണം. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്. കാരണം അവരുടെ നല്ല ജീവിതം, കാരണം അവർ സന്തോഷകരമായിട്ട് പോകുന്ന കാണാൻ വയ്യാഞ്ഞിട്ട് അവള് ഒരു നേർച്ച ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഒരു കള്ളത്തരം കാണിച്ചല്ലേ, അങ്ങനെയാണെങ്കിൽ അവൾ അതിൻ്റെയൊക്കെ അനുഭവിക്കാനായിട്ട് പോകുന്നുള്ളൂ. ദൈവത്തിന്റെ പേര് പറഞ്ഞ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതൊന്നും നല്ലതിനല്ല. അതിപ്പം ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേരെ ചെയ്യാന്ന് പറയാണ്. ചെയ്യാൻ പറഞ്ഞു ഇനി അവളോട് പറഞ്ഞു മനസ്സിലാക്കാനായിട്ടാ. ഞാനാ നല്ല കഥയായിപ്പോയി. അച്ഛൻ അറിയാവുന്നല്ലേ അവളുടെ സ്വഭാവം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവൾ അനുസരിക്കില്ല. അതിന് അവൾക്ക് നല്ല തിരിച്ചടി കിട്ടിയാലോ അവൾ പഠിക്കുള്ളൂ പറയണം. മുത്തശ്ശൻ പറഞ്ഞു, ഇതൊക്കെ പഠിക്കുന്ന ഒരു കാലം വരും വാർദ്ധക്യത്തില്, ആ സമയത്തായിരിക്കും ഇതൊക്കെ ഓർത്തിരിക്കുള്ളൂ. കാരണം ഇപ്പോഴിങ്ങനെ മക്കളെ മരുമക്കളെയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഒരു മക്കളും കാണത്തില്ല നോക്കാനായിട്ട്. അവരുടെ മൂട്ടിലെ പൊടിയും തട്ടി പോകത്തുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഓരോന്നൊക്കെയെന്ന് പറയാണ്. പിന്നീട് അവരങ്ങോട്ട് പോവാണ്. ആ സമയം നവ്യ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ദേവേനയും ജാനകിയും അനമ്മയും കൂടെ ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് വരുവാണ്. വന്നിട്ട് ദേവേനെ ചോദിച്ചു, നീ എന്ത് പരിപാടിയാ നവ്യെ കാണിച്ചെന്ന് ചോദിക്കുക. എന്താ വല്യമ്മേ, എന്താ കാര്യം? നീ എന്തിനാ ആ പായസത്തിനകത്ത് ഇവർക്ക് വയറിളകാളം മരുന്ന് ചേർത്തെന്ന് ചോദിക്കുക. ഞാനോ? ഞാനെങ്ങനെ ചേർത്തിട്ടില്ലെന്ന് പറയണ. അനാമിക പറഞ്ഞു, കള്ളം പറയില്ല നീയല്ലേ എന്നെ ചേർത്തെ, എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി വെല്ലു വിളിക്കുകയും ചെയ്തില്ലേ നീ? അത് മാത്രല്ല കൊണ്ട് കേസ് കൊടുക്കാനും പറഞ്ഞില്ലേ നിൽക്കൂ. ദൈവമേ, ഞാൻ അങ്ങനെ പറയുവോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ വല്യമ്മേന്ന് പറയണം. ദേ നീ കള്ളത്തരം പറയണെന്ന് ജാനകി പറയണം. ഞാൻ എന്തിനു കള്ളത്തരം പറയണം? അല്ലെങ്കിൽ തന്നെ സാമാന്യ ബോധത്തോടെ ചിന്തിച്ചൂടെ? അങ്ങനെ ആരെങ്കിലും പായസത്തിനകത്ത് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുവോ? ഉറപ്പായിട്ടും അങ്ങനെ പറയത്തില്ലെന്ന് പറയണം. ദേവേനെ പറഞ്ഞു, നീ കൂടുതലൊന്നും ഉരുണ്ട് കളിക്കണ്ടെന്ന് പറയാണ്. ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. ദേ വല്യമ്മേ, അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ച് വെറുതെ പറയരുത്. ഇതിന്റെ പല തെളിവ് കൊണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും അതിനകത്ത് കളിക്കുന്നുള്ളതിന്റെ തെളിവുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടോ അനാമ പറഞ്ഞു, തെളിവൊന്നും വേണ്ട, നീ എന്റെ മുഖത്ത് നോക്കി വെല്ലു വിളിച്ചാന്ന് പറയും. ദൈവമേ, വെല്ലു വിളിച്ചെന്നോ? എന്റെ വയറ്റിലൊരു കുഞ്ഞെന്നുള്ള ചിന്ത പോലും നിനക്കില്ലേന്ന് ചോദിക്കണം. അനാമയോട്, നീ കൊടുന്ന് കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. നീയും നിന്റെ അനിയത്തെയും കൂടെ കൂടി ചേർന്ന് നടത്തിയ തന്ത്രമാ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനായിട്ട്. അതെങ്ങനെയാ? പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലയിടത്തുനിന്നൊക്കെ വലിഞ്ഞു കയറി അവളുമാര് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ എന്ന് ചോദിക്കാം. ദേ അനാമികെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, നീ എന്റെ അനിയത്തിയ, അല്ലാതെ ചേച്ചിയൊന്നും അല്ലെന്ന് പറയണം. മര്യാദയ്ക്ക് ഇടുന്നോന്ന് പറയാം. ഇല്ല, നീ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് അടിക്കാൻ അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് നവ്യ എന്തിയോടെ ആ കയ്യെല്ലാം കൂടെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, മേലാൽ എന്റെ നേരെ കയ്യും പൊയ്ക്കൊണ്ട് വന്നോണ്ടല്ലോ, നിന്റെ കർണം അടിച്ചാൻ പോയിക്കും. പറഞ്ഞു കേട്ടല്ലോ. നീ ആരുടെ കൂടുതൽ കളിക്കാൻ വരുന്നേ? അതെ, ചേച്ചി എന്നുള്ള സ്ഥാനം തന്നോണെന്ന് പറയാ. നീ അത്രയ്ക്ക് അങ്ങോട്ട് കിടന്ന് നികളിക്കണ്ടെന്ന് പറയും. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനോട്, നീ എന്തൊക്കെയാ നവ്യെ പറയണെന്ന് ചോദിക്കും. എന്താ പറയണേ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അവളുടെ അഹങ്കാരം കണ്ടില്ലേ? പിന്നെ ഞാൻ അങ്ങളെ ആ പായസത്തിനകത്ത് ഇത് കളിക്കൊന്നും ഒരാർക്കും ഒരു തെളിവ് കിട്ടില്ല. ഒരുത്തി പറയുന്നത് കേട്ടിട്ട് എല്ലാം കൂടെ കണ്ണടച്ച് വിശ്വസിച്ച് ഞങ്ങളുടെ മേക്കിട്ട് കയറാൻ വരണ്ടെന്ന് പറയണം. ജാനകി പറഞ്ഞു, എന്റെ മോളെന്താളും കള്ളത്തരം പറയുന്നില്ല. അവൾക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ലെന്ന് പറയണം. ഓ, പിന്നെ കള്ളത്തരം പറയത്തില്ല പോലും. അല്ലെങ്കിലും ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായത് ഒന്ന് ഓർത്തു വയ്ക്ക്. ആ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. അതോ ഇവളുടെ അമ്മയൊക്കെ വന്നതിന് ശേഷം മാത്രമാ? എന്നിട്ട് അത് പിടിക്കപ്പെട്ടോ? ഇല്ലല്ലോ. കേസ് കൊടുത്തിട്ട് അതുപോലും വല്യമ്മ പിൻവലിച്ചില്ലേ നിൽക്കും. അല്ലേ കാണാനും നിന്റെ വീട്ടുകാർ പോയി കിടക്കുന്ന എന്ന് ജാനകി പറയണം. പിന്നെ എന്റെ വീട്ടുകാരൊന്നും കിടക്കത്തില്ലെന്ന് പറയണം. കിടക്കുന്ന വേറെ പലരും ആയിരിക്കും. ഇവിടെ കള്ളത്തരം കാണിക്കുന്ന വേറെ ചിലരാന്ന് പറയണം. ഇത് കേട്ടോ അനാമ, ആരടി കള്ളത്തരം കാണിക്കുന്നേ? നീ തന്നെ. നീ നിന്റെ വീട്ടുകാരൻ തന്നെയാ കള്ളന് കള്ളയൊക്കെ അറിയാലോ. അല്ലെങ്കിൽ പിന്നെ ഇതേ അമ്മായി തന്നാ സ്വർണ്ണം എന്തിയെ? എത്ര സ്വർണം തന്നാ അതൊക്കെ എന്തിയെന്ന് ചോദിക്കണം. ഒരു നിമിഷം അനാമയിൽ ഒരു ഞെട്ടലുണ്ടായി. പണി വാളുവോ? സ്വർണ്ണം എങ്ങാനും ഇപ്പൊ ചോദിച്ചിട്ടുണ്ടേ തീർന്നു. എങ്ങാനും എടുത്ത് കാണിക്കാം എന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ താൻ എവിടെ നിന്നെടുത്ത് കാണിക്കാനായിട്ടാ അനാമയ്ക്കൊരു പേടിയുണ്ടായി. അനാമി പറഞ്ഞു, ഇവൾമാരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വല്യമ്മേ, വാ നമുക്ക് പോവാന്ന് പറയണം. എന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. അത് കാഴ്ച കണ്ട നവ്യയ്ക്ക് മനസ്സിലായി ഇവളുടെ മനസ്സിലെ കള്ളത്തരം. ആ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അവൾ കൂട്ടിക്കൊണ്ട് പോയത് കണ്ടോ. അവളിതല്ല ഇതിലപ്പുറം ചെയ്യുന്നവളാ. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നീട് നയന ആദർശിനെ ഫോൺ ചെയ്യണം. ഫോൺ ചെയ്തപ്പോൾ ആദർശ് കാർ ഓടിക്കുമായിരുന്നു. ആദർശ് ചോദിച്ചു, എന്താന്ന് ചോദിക്കണം. അല്ല, മാല ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നില്ല. അത് പിന്നെ ഓഫീസിലേക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് പോണായിരുന്നു, അതുകൊണ്ടാന്ന് പറയാണ്. അല്ല ആദർശാണ്, എന്ത് പറ്റി? സൗണ്ടൊക്കെ വല്ലായിരിക്കുന്നേ? എന്ത് ചെയ്യാനാന്ന് പറ. അമ്മയുടെ കാര്യം ഓർത്തിട്ടാന്ന് പറയും. ഇനിയിപ്പൊ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. 41 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല. 41 ദിവസം കഴിഞ്ഞ് നോയമ്പെടുത്ത് മലയ്ക്ക് പോയിട്ട് വന്നാൽ പിന്നെ പ്രശ്നമില്ലോ എന്ന് പറയാം. എന്നാലും
അമ്മയുടെ സ്വഭാവം. പിന്നെ അമ്മയ്ക്ക് അവിടെ വെച്ച് തലകറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തല ഇറങ്ങി അമ്മ വീഴാൻ പോയിട്ട് അവിടെ കൊണ്ടുവരുത്തി വെള്ളമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ശരിയായത്. പ്രഷർ കുറഞ്ഞോ മറ്റാന്ന് തോന്നുന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, "ഏ, ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ തലകറക്കം ഇപ്പൊ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറയണേ. എന്ത് ചെയ്യാനാന്ന് പറ. അമ്മയോട് പറഞ്ഞ അമ്മ അനുസരിക്കത്തില്ല ഓരോന്നൊക്കെ. ദൈവമായിട്ട് ഓരോന്ന് കൺമുന്നിൽ കാണിച്ചു കൊടുക്കണം. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന ആര് കണ്ടെന്ന് പറയണം." പെട്ടെന്ന് നയനോട്, അങ്ങനെയൊന്നും പറയല ആദർശേട്ടാ. അമ്മയല്ലേ, അമ്മ ചിലപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്താണെങ്കിലോ. നിനക്ക് എന്റെ അമ്മേനെ എതിരായിട്ടും മനസ്സിലായിട്ടില്ല നയനെ. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ. അറിയാലോ അമ്മയുടെ സ്വഭാവം എന്താന്ന്. മകനായ ഞാൻ പോലും ഇപ്പൊ അമ്മേനെ അകറ്റി നിർത്തണമെങ്കിൽ, അമ്മയെന്ന് അകന്നു പോകണമെങ്കിൽ അതിന്റെ കാരണം എന്താ? അമ്മയുടെ സ്വഭാവം തന്നെയാ. ഇന്നും ശരിയാവും നാളെ ശരിയാവും എന്ന് ഓർത്തിരുന്നിട്ട് ഓരോ ദിവസം വരുന്നോറും കുശുമ്പും കുന്നായ്മത്തരം കൂടി വരുന്നില്ലാതെ അതിന് കുറവ് വരുന്നില്ലെന്ന് പറയാ. സാരമില്ല പോട്ടെ ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ആശ്വസിപ്പിച്ചിട്ട് നയന്റെ കോള് കെട്ടിയാണ്. ആ സമയം തകർന്ന മനസ്സോട് കൂടിയിട്ട് കനക വീട്ടിലേക്ക് എന്ന് കയറുവാണ്. അപ്പോഴും നയനെ കുറിച്ച് നവ്യനെ കുറിച്ച് വരുന്നു നന്ദു പറഞ്ഞോണ്ടിരിക്കുന്നത്. നയനെയാണ് ഇതിലായിട്ടും വിളിച്ചിട്ട് പോലില്ലെന്ന് പരാതി പറഞ്ഞോണ്ടിരിക്കുക ഗോവിന്ദനോട്. അല്ല, നയനേച്ചി ഹണിമൂൺ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ടൊന്നും വിളിച്ചു പോലില്ല അച്ഛാ ഇതുവരെ ആയിട്ടും. കാരണം പോയി കഴിയുമ്പോൾ വിളിക്കേണ്ടതായിരുന്നല്ലോ. ഇത് കേട്ടപ്പം ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ അവര് സന്തോഷകരമായിട്ട് ഇരിക്കുന്ന സമയമായിരിക്കും മോളെ. അപ്പൊ അതുകൊണ്ട് സമയം കിട്ടി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും എന്ന് പറയണ. അപ്പോഴാണ് കനക അങ്ങോട്ട് കയറി വരുന്നത്. കനകയുടെ മുഖം കണ്ടെന്ന് നന്ദു പറഞ്ഞു, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്താണ് മലയ്ക്ക് പോകാനായിട്ട് മാല ഇടാനായിട്ട് അനന്തപുരിക്കാർ അവിടെ വരുന്നുണ്ടെന്ന് പറയണേ. അവരും വന്ന് മാല ഇട്ടോ? അതെ, ആദർശനും അച്ഛനും അതെ അനിയും അവരെല്ലാവരോടും മാല ഇട്ടെന്ന് പറയണേ. അപ്പൊ ആദർശം മാല ഇട്ടോന്ന് പറയണേ. അപ്പൊ അവര് ഹണിമൂൺ ട്രിപ്പ് പോകുന്നില്ലേ? എന്ത് ചെയ്യാൻ എന്റെ മോളെ, ഹണിമൂൺ ട്രിപ്പ് ഒക്കെ മാറ്റി വെച്ചു. ദേവേന് നേർച്ച ചേർന്നിട്ടുണ്ട് പോലും മുത്തശ്ശന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട്. അപ്പൊ ആദർശനെ കൂടെ 41 ദിവസം വ്രതം എടുത്ത് മല ചവിട്ടിയേക്കാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദു പറഞ്ഞു, ഇതൊക്കെ അവരുടെ ഒരു കളിയല്ലേ അമ്മേ. ആ ദേവയാനി എന്ന് പറയുന്ന ആ തള്ളയുടെ അവർക്ക് ഇതുവരെ ആയിട്ടും അവരുടെ അസൂയക്കും കുശുമ്പിനും ഒരു മാറ്റില്ല. എന്നാലും അവർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാണ്ട് ചെയ്യാനായിട്ട് തോന്നി? അവരുടെ സ്വന്തം മകനല്ലേ അത്. ശരിക്കും പറഞ്ഞ അവരുടെ കളി തന്നെയാ. ഇതങ്ങോട്ട് പൊളിച്ചു കൊടുക്കണ്ടെന്ന് പറയാണ്. വേണ്ട, ഇനിയിപ്പം നമ്മൾ അതിൽ നിന്ന് മുതലുണ്ടെന്ന് ഗോവിന്ദൻ പറയണം. നല്ലൊരു കാര്യമല്ലേ, 41 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. കന പറഞ്ഞു, അത് ശരിയാ. എന്നാലും അവർ എത്രമാത്രം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. നയനമോളാണെങ്കിലും ആദർശാണെങ്കിലും പാവം. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഗോവിന്ദൻ പറയാണ്. കഴിയട്ടെ, ആ ദിവസം കഴിയട്ടെ എന്ന് പറയണം. പക്ഷേ ഒരു കാര്യമുണ്ട് അച്ഛാ, ഈ 41 ദിവസം നോയമ്പെടുത്ത് മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇനി അടുത്ത് എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടാക്കും, എന്തേലും ഒരു കാരണം ഉണ്ടാക്കും അവരെ തമ്മിൽ അകറ്റി നിർത്താനായിട്ട്. അങ്ങനെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നന്ദു ആരാന്ന് അവരറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം നയന എന്ത് ചെയ്യുക, ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വരുവാണ്. ദേവേന എന്നിട്ട് പറഞ്ഞു, കുടഞ്ഞു വിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഒരു കാര്യമുണ്ട്, കുടഞ്ഞു വിരിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. വൈകുന്നേരം നീ കിടക്കാൻ പോകുന്ന എവിടെയെന്നറിയാം, മര്യാദയ്ക്ക് താഴെ പോയി കിടന്നോണം, അറിയാലോ. അതൊക്കെ എനിക്ക് അറിയാം അമ്മയെന്ന് പറയണം. പിന്നെ ഇടയ്ക്ക് നീ ഇങ്ങോട്ട് കയറി വരണ്ട, ഞങ്ങൾ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോഴത്തേനും. അമ്മേ, എനിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയണം. നീ ഇങ്ങനെയൊക്കെ പറയും, പിന്നെ നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാൻ പാടില്ലെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഞാൻ എന്ത് തെറ്റിയെന്ന് അമ്മ പറഞ്ഞെന്ന് ചോദിക്കാം. ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ പണ്ടേ തൊട്ട പുണ്യാളത്തെ ആണല്ലോ എന്ന് പറയണം. ഇതേ അമ്മേ, വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. ആദർശാണ് മലയ്ക്കോ മാലിട്ടേക്കെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഇനിയിപ്പോൾ അത് തന്നെ അമ്മ പറയേണ്ട കാര്യമില്ലെന്ന് പറയാം. എന്നാലും നീ നിന്റെ ചേച്ചിയും കൂടി എന്ത് പരിപാടിയാടി അനാമയ്ക്ക് കൊടുത്തതെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, ഞങ്ങൾ ആർക്കിട്ടും ഒരു പണിയും കൊടുത്തിട്ടില്ല. പിന്നെ ആ പായസം തന്നെയാണല്ലോ ഇവിടെ ബാക്കി എല്ലാവരും കുടിച്ചത്. മുത്തശ്ശന്, ഞാന്, നവേശ് എല്ലാവരും കുടിച്ച, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ലോ. പിന്നെ അവർക്ക് മാത്രം ഇങ്ങനെ പ്രശ്നം ഇടാൻ എന്താ കാരണം? താൻ കുടിച്ച കുഴി താൻ തന്നെ എന്ന് വല്യമ്മ കേട്ടിട്ടില്ലേ? വല്യമ്മ അമ്മ കേട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അവർ മറ്റുള്ളവർക്കോട് പണി കൊടുക്കാൻ തോന്നിക്കാണും. അപ്പൊ അവർക്കിട്ട് തിരിച്ച് കിട്ടിയും കാണുമെന്ന് പറയണം. നിനക്ക് ഇച്ചിരി നാക്കിയടയായിട്ട് കൂടുതലൊന്നും പറയണ്ട. മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറയണം. അങ്ങനെ നയനെ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടുവാണ്. നയനെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. പിന്നീട് അടുക്കളയിൽ പോയി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നയന. ആ സമയത്ത് അതൊക്കെ പമ്മി അങ്ങോട്ട് ജാനകിയും രേവതിയും കൂടെ വരുവാണ്. രേവതി ജാനകിയോട് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആരെക്കൊണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. എങ്ങനെയായി തിരുന്ന് ആർക്കറിയാന്ന് പറയണം. പെട്ടെന്ന് നയനെങ്കിൽ തിരിഞ്ഞിട്ട് പറഞ്ഞു, അതേ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ഫുഡാന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാന്ന് പറയണം. പിന്നെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ആർക്ക് എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ലെന്ന് പറയണം. പെട്ടെന്ന് നയന പറഞ്ഞു, അതേ വിശ്വാസമുള്ളവർ കഴിച്ചാൽ മതി. എന്നെ വിശ്വാസമുള്ള 2-3 പേരുണ്ട് ഇവിടെ, അവര് കഴിച്ചോളും. അല്ലാത്തവരത് കഴിക്കാണ്ട് വരണ്ട. അടുക്കള സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ, ആവശ്യമുള്ള കൂടെ ഉണ്ടാക്കി കഴിച്ചോളാം പറയാം.
ഇത് കേട്ടൻ രേവതിയുടെ മുഖം അങ്ങോട്ട് മാറി. നല്ല ഫുഡാ നയന ഉണ്ടാക്കുന്നത്, ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് ഉള്ളതും കൂടി ഇല്ലാതാകുമോ? പെട്ടെന്ന് ജാനകി പറഞ്ഞു, അതെ നീ ഇവിടുത്തെ അടുക്കളക്കാരിയായിട്ട് ചെയ്യുന്നൊക്കെ അങ്ങ് ചെയ്താൽ മതി. പറഞ്ഞു കേട്ടല്ലോ. ഓഹോ, ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയല്ലേ, അല്ലാതെ മരുമോളല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് മരുമോളായിട്ട് ഞങ്ങൾ അംഗീകരിക്കണ്ടെന്ന് ചോദിക്കും. അതെ, നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അംഗീകരിക്കേണ്ട ആൾക്കാരൊക്കെ ഇവിടെ എന്നെ നവീസിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു വിഷമം വേണമെന്ന് പറയണം. പിന്നീട് രേവതി പറഞ്ഞു, എന്നാലും ഇവളുടെ നാക്ക് കേട്ടോ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ജാനകി, എല്ലാം ഒന്ന് കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്തേരാ കേട്ടോ, എന്നിട്ട് മതി ആർക്കെങ്കിലും കൊടുക്കുന്നത്, അല്ലെങ്കിൽ മിക്കവാറും മുമ്പത്തെ അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോണെന്ന് പറയണം. ഇത് കേട്ടോ നയന പറഞ്ഞു, അതെ കൂടുതൽ പറഞ്ഞോണ്ടിരിക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഉണ്ടായി കഴിച്ചോ എന്നും പറഞ്ഞിട്ട് നയന ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ജല ജലജല്ല ജാനകിയും രവതിയും കൂടെ പറയാം, ഇവളെക്കൂട്ടൊരു പണി കൊടുക്കണം. ജാനകി പറഞ്ഞു, ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോളും, അത് മറ്റാരുമല്ല വേവേനെ ഇറക്കി വിട്ടോളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞെട്ടലോട് കൂട്ട് നയന തിരിഞ്ഞു നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. അപ്പൊ ഇതിന് ശേഷം ഇനിയിപ്പോ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും നന്ദയുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.